ദൈവത്തിന് സ്തുതി. ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാൻ ഈ അവസരത്തിൽ സംസാരിക്കുന്നത് എ സ്റ്റോൺ അറ്റ് ഹെർ, ഒരു കല്ല് അവളുടെ നേരെ എറിയുക. കല്ല് എറിയുക എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ വായിച്ചു വരുമ്പോൾ യേശു പറയുന്ന വാക്കാണ് അത്. 8-ാം അധ്യായം 7-ാം വചനം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്ന RSV ബൈബിൾ പ്രകാരം: If any one of you is without sin, let him be the first to throw a stone at her. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റോൺ എന്നാണ്, ഒരു കല്ല് എന്നാണ് പറയുന്നത്. ഈ സുവിശേഷം വിരചിച്ചത് യോഹന്നാനാണെന്ന് നമുക്കറിയാം. യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്ന ശിഷ്യനാണ് യോഹന്നാൻ ശ്ലീഹ. മനോഹരമായ ഗ്രീക്ക് കവിതയായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ആ വചനങ്ങൾ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുന്ന ആ ഭാഗം മറ്റു സുവിശേഷകരാരും എഴുതിയിട്ടില്ല. യോഹന്നാൻ ശ്ലീഹ മാത്രമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഗ്രീക്കിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: ഹോ അമർട്ടെ അമറേറ്റേറ്റോസ് 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 എക്സ് ഹ്യൂമോൺ പാറേറ്റോസ് എപ്പ് ആവുട്ടേൻ ലീത്തോസ് ബാലേറ്റോസ്. ഹോ, നിങ്ങളിൽ, ഹു അമറേറ്റേറ്റോസ്. അമറേറ്റേറ്റോസ് എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവൻ നിങ്ങളിൽ ആരുണ്ടോ അവൻ എറിയട്ടെ. ഈ 8-ാം സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം ആരംഭിക്കുന്നതിനെ യേശു അതിരാവിലെ ജെറൂസലേം ദേവാലയത്തിലേക്ക് ചെന്നു. ജെറൂസലേം ദേവാലയം എന്ന് പറയുന്നത് 2ാമത്തെ ദേവാലയമാണ്. ഈ ദേവാലയം ഹെറോദോസ് നവീകരിച്ചെടുത്തു. ആദ്യമേ ഇന്ന് ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു, ഹോളി എന്ന് പറയുന്ന വേറൊരു ഭാഗമുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് വേറൊരു ഭാഗവും കൂടി വന്നു, പുറത്ത് ലെയറിലുണ്ട്. യേശു അവിടെ ഇരുന്ന് രാവിലെ തന്നെ ദേവാലയത്തിൽ വന്നിരുന്നവരെ പഠിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കൂട്ടം 2 കൂട്ടം ആളുകൾ കൊണ്ടുവരികയാണ്. ആരൊക്കെയാണ്? ഒന്ന് ഫാരിസീസ് ആൻഡ് സ്ക്രൈബ്സ്. ഫാരിസീസ് എന്ന് പറഞ്ഞാൽ അവർ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നവർ, അതായത് പ്രത്യേകിച്ച് പഞ്ചഗ്രന്ഥികളുടെ അടിസ്ഥാനത്തിലാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഓറൽ ട്രഡീഷനും. സ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ വചനം എഴുതിയാണ് അന്ന് പ്രിൻറ്റിംഗ് ഒന്നുമില്ല, വചനം എഴുതുകയും അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻ, വിശുദ്ധീകരണങ്ങൾ നൽകുകയും ചെയ്യുന്നവരാണ് ഈ ഫരിസേയരും അതുപോലെ തന്നെ സ്ക്രൈബ്സും. അവർ അതിരാവിലെ തന്നെ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുക യേശുവിൻ്റെ മുമ്പിൽ. എന്നിട്ട് അവർ ആരോപിക്കുന്നത് എന്താണ്? ഇവള് പാപം ചെയ്തു. ഒരുപക്ഷെ ഈ കൊണ്ടുവന്നിരിക്കുന്ന ആരെങ്കിലും ആയിട്ടായിരിക്കില്ലേ അവൾ പാപം ചെയ്തത്? ഇവൾക്ക് തന്നെ ഈ പാപം ചെയ്യാൻ പറ്റുമോ? 6-ാം പ്രമാണം ലംഘിക്കാൻ പറ്റുമോ? ഇല്ല. 10 പ്രമാണങ്ങളുണ്ട്. ഈ 10 പ്രമാണങ്ങളിൽ നമുക്കറിയാം 6-ാം പ്രമാണമാണ് വ്യഭിചാരം ചെയ്യരുത്. 4 മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, 5 കൊല്ലരുത്, 6 വ്യഭിചാരം ചെയ്യരുത്. ഈ 6-ാം പ്രമാണം ഇവള് ലംഘിച്ചു എന്നാണ് യേശുവിൻ്റെ മുമ്പിൽ പറയുന്നത്. യേശു
അവിടെ വചനം പഠിപ്പിക്കുകയാണ്. ദേവാലയത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് യേശു പറയുകയാണ്. ടു ടീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ഓരോ വചനങ്ങളും എടുത്ത് യേശു വിശുദ്ധീകരിക്കുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരവസരം. അതുപോലെ ദേവാലയത്തിൻ്റെ രണ്ടാമത്തെ വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രയർ ഹൗസ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്നാണ് ആ ഓശാന ഞായറാഴ്ച, അതായത് യേശു ദേവാലയം ശുദ്ധീകരിക്കാൻ റിനോവേറ്റ് ചെയ്യാൻ, അവിടെ ആളുകളെ നവീകരിക്കാൻ ചെന്ന് അവിടെ ഇരുന്ന പ്രാവ് വിൽപ്പനക്കാരുടെയും നാണയമാറ്റക്കാരുടെയും മേശകൾ തട്ടിമറിച്ചു. യേശു എൻ്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുകയാണ് മർക്കോസിന്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിൽ. അവിടേക്കാണ് ഇവളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ദേവാലയം വിധിക്കപ്പെടാനുള്ള സ്ഥലമല്ലെന്നുള്ള വലിയൊരു കാര്യമാണ് യോഹന്നാൻ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്നത്. ദേവാലയം ആരെയും കുറ്റം വിധിക്കാനുള്ള സ്ഥലമല്ല, ആരെയും നശിപ്പിക്കാനുള്ള സ്ഥലമല്ല. അവർക്ക് ജീവൻ കൊടുക്കാനുള്ളതാണ്, ദിവ്യബലി അർപ്പിക്കാനുള്ളതാണ്, പ്രാർത്ഥിക്കാനുള്ളതാണ്, പാപമോചനം നൽകുവാനാണ്, രോഗികൾക്ക് സൗഖ്യം കൊടുക്കാനാണ്, മരിച്ചവരെ അവരെ ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവരെ അടക്കാനുള്ളതാണ്. അപ്പൊ ദേവാലയത്തിൻ്റെ വലിയൊരു സന്ദേശം നൽകുകയാണ്. ഈ സന്ദേശത്തിനെതിരായിട്ടാണ് ഈ സ്ക്രൈബ്സും ഫരിസേയരും ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന ആ സ്ത്രീയുടെ മുഖത്തേക്കൊന്ന് നോക്കുക. അഴിഞ്ഞാടിക്കിടക്കുന്ന നീണ്ട കാർകൂന്തല്, ഒരുപക്ഷെ വലിച്ചിഴച്ചപ്പോൾ അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്, അവളുടെ ശരീരം പരിക്കേറ്റിട്ടുണ്ട്, അവളുടെ മുഖത്തടിച്ചിട്ടുണ്ട്, അവിടെമെല്ലാം കറുത്തുപോയിട്ടുണ്ട്. സുന്ദരിയാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഇസ്രായേൽ ജനതയിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ പരദേശികൾ ആരെങ്കിലും ആയിരിക്കാം. ഇവള് വ്യഭിചാരം ചെയ്തു. ഈ അവസരത്തിൽ ആവർത്തിച്ച് ചോദിക്കുമ്പോഴാണ് യേശു പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ എറിയട്ടെ, ഒരു കല്ലെറിയട്ടെ എന്നാണ്. If any one of you is without sin, നിങ്ങളിൽ പാപമില്ലാത്തവൻ, let him be the first to throw a stone. ഒരു കല്ലെറിയാനാ പറഞ്ഞത്. വചനത്തിൽ പല പ്രാവശ്യം കല്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. യേശു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട ചെകുത്താനെന്നോ ദുഷ്ടാരൂപിയെന്നോ എന്തെങ്കിലും പറഞ്ഞു. ഈ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാനായിട്ട് പറഞ്ഞു. ഈ കല്ലിൻ്റെ ഉദ്ദേശം ഭക്ഷിക്കാനല്ല, ഇത് ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇടാനുള്ളതാണ്, ഇത് കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം ഇടാനായിട്ടുള്ളതാണ്, നമ്മുടെ മതിലുകൾ സൃഷ്ടിക്കാനുള്ളതാണ്. ഇതൊക്കെ അവർക്കറിയാം. കല്ലുകളുടെ ഉദ്ദേശം ഭക്ഷിക്കാനല്ല, പ്രത്യുത പണിതുയർത്തുവാനാണ്. വേറെ ഒരിക്കലും യേശുവിനെ കല്ലെറിയാൻ എടുത്തു. കല്ല് എറിയാനുള്ളതല്ല, കല്ല് പണിതുയർത്താനുള്ളതാണ്. കല്ലുകൾ കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കല്ലുകളുണ്ട്. ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, ത്രിപുര എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിൽ കല്ലുകളില്ല എന്നാണ് പറയുന്നത്. അവിടെ കല്ലുകൾക്ക് പകരം ഇഷ്ടിക ചുട്ടെടുത്ത് ഒരു പ്രത്യേക രീതിയിലാക്കി അതാണ് റോഡിലൊക്കെ റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കുന്നത്. കല്ലുകളെ കുറിച്ചാണ് ഈശോ പറയുന്നത്. യേശു അവിടെ ഈ കല്ലുമേൽ കല്ല് ശേഷിക്കാതെ പോകുമെന്ന് യേശു പറയുന്നുണ്ട്. യേശു ഗെത്സേമനിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കല്ലേറു ദൂരം മാറിയിരുന്നു. കല്ലേറു ദൂരം. അപ്പോൾ ഒരു മനുഷ്യൻ കല്ലുകൊണ്ട് എറിഞ്ഞാൽ എത്ര ദൂരം പോകും? അത്രയും മാറിയിരുന്നിട്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ പ്രാർത്ഥന അത്രയും ബലവത്തുള്ളതാണ്, അത്രയും ശക്തിയുള്ളതാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോഴും എസ്തപ്പാനോസിനെ കല്ലെറിയുമ്പോൾ എസ്തപ്പാനോസ് പറഞ്ഞു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കല്ലുകളുമായിട്ടാണ് ദേവാലയത്തിലേക്ക് ഈ സ്ക്രൈബ്സ് ആൻഡ് ഫാരിസീസിനെ, പ്രത്യേകം ഓർക്കണം.
പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മുഴുവനും അവര് അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഓറൽ ട്രഡീഷനും കീപ്പ് ചെയ്യുന്നവരാണ് ഫാരിസീസ്. മനുഷ്യനെ കല്ലെറിയാനുള്ളതല്ല, മനുഷ്യനെ ജീവിക്കാനും അവനെ നവീകരിക്കാനുമുള്ളതെന്നുള്ള വലിയൊരു കാര്യമാണ് യേശു. നിങ്ങളിൽ പാപമില്ലാത്തവൻ, ഗ്രീക്കിൽ എങ്ങനെയാണ് പറയുന്നത്? ഹോ അമറേറ്റേറ്റോസ്, അമറേറ്റേറ്റോസ്, പാപമില്ലാത്ത, അമറേറ്റേറ്റോസ് പാപമില്ലാത്തവൻ, എക്സ് ഹ്യൂമോൺ നിങ്ങളില്, ഹ്യൂമോൺ നിങ്ങളില്, പാരേറ്റോസ് കല്ല് ആദ്യം എറിയട്ടെ, ആദ്യം പാരേറ്റോസ് എപ്പ് എറിയുക, ആവുട്ടൻ ആരെ, ആവുട്ടൻ അവളെ എറിയുക, നിങ്ങളിൽ പാപമില്ലാത്തവൻ. ഒരു സ്ത്രീയുടെ മാഹാത്മ്യം വിളിച്ചറിയിക്കുന്ന വാക്കല്ലേ അവളെ എന്നാ വിളിക്കണേ. വേറെ പാപങ്ങളൊന്നും അവളെ ഉപയോഗിക്കുന്നില്ല യേശു. ആവുട്ടേൻ, ആവുട്ടേൻ, യോഹന്നാൻ ഉപയോഗിക്കുന്ന ആവുട്ടേൻ, അവളെ, അവളെ. ബഹുമാനവും സ്നേഹവും കൃപയും അനുഗ്രഹവും നിറയുന്ന വാക്കുകൾ അവള്. നമ്മുടെ കത്തോലിക്ക സഭയില്, നമ്മുടെ ക്രിസ്ത്യൻ സഭകളില് അനുതാപത്തോടു കൂടി നമുക്ക് വൈദികരെ സമീപിക്കാം. ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തികളോ ഒരു സമൂഹങ്ങളോ ഈ ലോകത്തിലുണ്ടോ? Such a way we are respecting our human. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സഹോദരികളെ, മക്കളെ, പെൺമക്കളെയൊക്കെ വിദ്യാഭ്യാസത്തിന് എത്രമാത്രം ഉയർത്തി 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 കൊണ്ടുവരാമോ അത്രയൊക്കെയല്ലേ ഉള്ളത്. നമ്മുടെ കളക്ടേഴ്സിനെ പലരെയും നോക്കുക, ദേ ആർ വെൽ എഡ്യൂക്കേറ്റഡ് ഗേൾസ്. അഫ്ഗാനിസ്ഥാനിൽ ഇത് സാധിക്കുമോ? ഇല്ല. അപ്പൊ ദൈവം ആവുട്ടേൻ എന്തു ചെയ്യണം? ആവുട്ടേൻ ലീത്തോസ്, ലീത്തോസ് കല്ല്, കല്ല്. ഈ ലീത്തോസ് കൈ കൊള്ളുന്ന കല്ലും എടുത്തോണ്ടാ പോയത്. ഒരു മനുഷ്യൻ വിശുദ്ധ നാട് കാണാനായിട്ട് ഒരു വൈദികൻ പോയി. അവിടെ നിന്നും ഒരു കല്ലെടുത്തോണ്ട് വന്നു. അവിടെ ആ പള്ളി പണിയുന്നതിന് അടിസ്ഥാനമിടാനായിട്ട് ആ കല്ലാണ് ഉപയോഗിച്ചത്. വിശുദ്ധ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ല്. ലീത്തോസ് കല്ല് എറിയാനല്ല, കല്ല് മനുഷ്യനെ എറിയാനല്ല, പ്രസ്തുത പണിതുയർത്താനാണ്, രക്ഷിക്കാനാണ്. ബാലേറ്റോസ് അവനെറിയട്ടെ, അവൻ എന്നുള്ള വാക്കാണ് പറയുന്നത്. അവനെറിയട്ടെ, അവൻ, ഒരാൾ അവനെറിയട്ടെ. അപ്പൊ ഒരാളെറിയട്ടെ, നിങ്ങളിൽ പാപമില്ലാത്ത. തുടർന്ന് വചനം പറയുക, മുതിർന്നവർ തുടങ്ങി അവർ കല്ലുപേക്ഷിച്ചു പോയി. ഒരു പക്ഷേ അവിടെ വന്നിരിക്കുന്ന ഈ ഫരിസേയരും സ്ക്രൈബ്സ് എന്നൊക്കെ പറയുന്ന ആളുകളെ, നിയമജ്ഞരെന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അവരീ അറിഞ്ഞുകൂട്ടി കല്ലെറിഞ്ഞാലും ഈ മകള് മരിച്ചു പോവില്ല എന്ന് എനിക്ക് യേശുവിന് ഉറപ്പുണ്ട്. ഹൃദയകാഠിന്യം നിമിത്തം ചിലപ്പോ അവരെറിഞ്ഞെന്നിരിക്കാം. പക്ഷേ യേശുവിൻ്റെ ആ വചനം, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നുള്ള ആ വചനം അവരുടെ ഹൃദയത്തെ മതിച്ചു. അവരുടെ ഹൃദയത്തിലെ അനുതാപത്തിന്റെ കതിരുകൾ വീഴ്ചിക്കൊണ്ട് ഒരു കടലല പോലെ അവരുടെ ഹൃദയങ്ങളിൽ അലയടിച്ചു. ഓരോ കല്ലുകളും ആ ദേവാലയത്തിന്റെ മുറ്റത്ത് അവൾ ഇട്ടിട്ടാണ് പോയത്. ഇന്ന് ആ ദേവാലയത്തിന്റെ മുറ്റത്തും ഉള്ളിലുമൊക്കെ ഇടുന്നത് മനുഷ്യന്റെ ഹൃദയം പൊട്ടിയിട്ടുള്ള അവന്റെ പാപങ്ങളും അവന്റെ രോഗങ്ങളുമല്ലേ. ഓരോ ദേവാലയത്തിലും എത്രയോ ആളുകളാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇന്നും യേശു പറയുക, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ ഒരു കല്ലെറിയട്ടെ. ഒരു പാപം നിങ്ങൾ തമ്പുരാന്റെ മുമ്പില് നിക്ഷേപിക്കുക, മറ്റുള്ളവരും നിക്ഷേപിക്കുക. ഈ പാപത്തിന്റെ കൂമ്പാരം യേശു നോക്കുന്നില്ല. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 5-ാം വചനത്തിൽ പറയുക, 1-ാമത്തെ വചനം പറയുക, ആകാശമേ കേൾക്ക, ഭൂതലമേ ശ്രദ്ധിക്കുക, ഈ ജനം എന്നെ അറിയുന്നില്ല. കാള അതിൻ്റെ തൊഴുത്തും കഴുത അതിൻ്റെ തൊഴുത്തും കാള അതിൻ്റെ ഉടമസ്ഥനെയും അറിയുന്നു, എന്നാൽ ഈ ജനം അറിയുന്നില്ല എന്ന് പറയുക യേശയ്യാ പ്രവാചകന്റെ വചനം പറയുകയാ. നമ്മുടെ പാപം ഉപേക്ഷിക്കുവാൻ, ആ കല്ലുകളെ ദേവാലയത്തിൽ ഉപേക്ഷിക്കുവാൻ വലിയൊരു ആഹ്വാനമാണ്. എല്ലാവരും പോയി കഴിയുമ്പോൾ അവളോട് യേശു ചോദിക്കുക, അവരാരും നിന്നെ അറിഞ്ഞില്ലേ? ഇല്ല ഗുരു, അവരാരും എന്നെ അറിഞ്ഞില്ല.
യേശു പറയുന്നു, ഇനിമേലിൽ നീ പാപം ചെയ്യരുത്, സമാധാനമായി പോവുക. അവളുടെ ആ പാപം യേശുവിൻ്റെ മുമ്പിലിട്ടു. കല്ലുകൾ, ആ യഹൂദരും ആ പ്രമാണികളും സ്ക്രൈബ്സ് ആൻഡ് ഫാരിസീസ് പുട്ട് ദെയർ. ഒരു പുതിയ ദേവാലയം അങ്ങനെ ഉണർന്നു വന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിക്കുന്ന ഒരു കല്ലെറിഞ്ഞു. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പാപമെങ്കിലും അവിടുത്തെ കുരിശിൻ്റെ സന്നിധിയിൽ, കാസയിൽ, പീലാസയിൽ നമുക്ക് ഉപേക്ഷിക്കാം. ദൈവം കാത്തു നിൽക്കുന്നു നമ്മെ സ്വീകരിക്കാൻ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, അതിരാവിലെ അങ്ങ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അങ്ങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വചനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഫരിസേയരും നിയമജ്ഞരും അങ്ങയുടെ മുമ്പിലേക്ക് ഇവള് പാപം ചെയ്തു എന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവന്നത്. അവൾക്കേറ്റ ആ പീഡനം കൊണ്ട് അവളുടെ കേശമൊക്കെ കർത്താവെ ചിന്നിച്ചിതറിയിട്ടുണ്ട്. അവളെ വലിച്ചിഴച്ചതുകൊണ്ട് അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിപ്പോയിട്ടുണ്ട്. കർത്താവെ, അതൊന്നും അങ്ങ് കണക്കാക്കുന്നില്ല. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. നിങ്ങൾ കൊടുത്ത ഈ ഫരിസേയരും നിയമജ്ഞരും മുമ്പിൽ കൊടുത്ത ആ അവഹേളനങ്ങള്, തിരസ്കരണങ്ങള് അവളെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. കർത്താവെ, അവൾ ആ പാപം ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ദൈവമേ, അങ്ങ് കുനിഞ്ഞ് പ്രാർത്ഥന എഴുതിയതുപോലെ പ്രാർത്ഥന എഴുതുന്നവരും പ്രാർത്ഥന പഠിക്കുന്നവരും ഞങ്ങളായി തീരുവാൻ കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നിന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. May the Lord bless you in the Father and of the Son and of the Holy Spirit. Go in peace.